നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. നീറ്റ് 2025 എഴുതിയ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒഴിവുള്ള BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും സീറ്റുകൾ സ്ട്രേ വേക്കൻസിയുടെ മറ്റൊരു അലോട്ട്മെൻറ്റിലൂടെ ഫില്ല് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയിലും അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലുമൊക്കെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് BDS കോഴ്സിന് ഒഴിവുണ്ടെങ്കിൽ അതും നികത്തുന്നു. ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. BSc നേഴ്സിംഗിന് 50-ലധികം വേക്കൻസികളും BDSന് 146 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 റൗണ്ട് കൗൺസിലിങ്ങിന് ശേഷവും ഒഴിവ് വന്ന സീറ്റുകളാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. എന്നാൽ MBBSൻ്റെ വേക്കൻസിയെക്കുറിച്ചോ അതിൻ്റെ മറ്റൊരു അലോട്ട്മെൻറ്റിനെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന് സുപ്രീം കോടതിയുടെ അനുമതി വേണ്ടതായിരിക്കാം. BDSൻ്റെ 146 സീറ്റുകളിൽ 143 സീറ്റുകളും ഗവൺമെൻറ് മേഖലയിലാണ്. 3 സീറ്റുകൾ മാത്രമാണ് ഡീംഡ് മേഖലയിൽ ഒഴിവുള്ളത്. ESI IP വാർഡായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ESI ഗുൽബർഗയിൽ 2 സീറ്റുകളാണ് ഒഴിവുള്ളത്. അത് IP വാർഡുകൾക്ക് മാത്രമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയുള്ള 140ഓളം സീറ്റുകൾ ഓൾ ഇന്ത്യ ലെവലിൽ ഗവൺമെൻറ് മേഖലയിൽ വിവിധ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യപ്പെടും. അതിൻ്റെ നടപടികളെക്കുറിച്ച് നമുക്കറിയാം. 11-ാം തീയതി നാളെ രാവിലെ 10 മണി വരെയാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം. MBBSനും BDSനും യാതൊരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിലോ സംസ്ഥാന തലത്തിലോ MBBSനോ BDSനോ നിലവിൽ ഒരു സീറ്റും നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നില്ല എങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ മറ്റു മേഖലകളിൽ അഗ്രികൾച്ചറോ വെറ്റിനറിയോ ആയുർവേദമോ എഞ്ചിനീയറിങ്ങോ ഡിഗ്രിയോ ഒക്കെ പഠിക്കുന്നവർക്കും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ആദ്യം ഓൾ ഇന്ത്യ തലത്തിലുള്ള mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റ് നോക്കാം. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതുവരെയും ആദ്യത്തെ 4 റൗണ്ടുകളിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് 3 മണി വരെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ചോയ്സ് ഫില്ലിങ് 11-ാം തീയതി 10 മണി വരെ ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതിൻ്റെ റിസൾട്ട് 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഡിസംബർ 12-ാം തീയതി ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം. ഏതാണ്ട് 6 ദിവസക്കാലം സമയമുണ്ട്. അതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതെ വരികയാണെങ്കിൽ വീണ്ടും 20 മുതൽ 22 വരെ രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻ കൊടുക്കാനും ഒക്കെ അവസരമുണ്ട്. അങ്ങനെ സ്ട്രേ വേക്കൻസിയുടെ മറ്റൊരു അലോട്ട്മെൻറ്റ് 24-ാം തീയതി പബ്ലിഷ് ചെയ്യുകയും ഡിസംബർ 31-നുള്ളിൽ ചേരുകയും ചെയ്യണം. അങ്ങനെ ഈ വർഷത്തെ BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും ഒഴിവുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റുകൾ ഈ 2 അലോട്ട്മെൻറ്റുകളിലൂടെ ആയിരിക്കും MCCയുടെ വെബ്സൈറ്റ് വഴി ഫില്ല് ചെയ്യുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവുള്ളതെന്നുള്ളത് MCCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെൻറ് മേഖലയിൽ 140ഓളം BDS സീറ്റുകൾ, അതുപോലെ തന്നെ BSc നേഴ്സിംഗിന് 51ഓളം സീറ്റുകളാണ് BSc നേഴ്സിംഗിന് ഒഴിവുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പ്രൊഫൈൽ കാണുന്ന ഓപ്ഷൻസിലെല്ലാം വേക്കൻസി ഉള്ളതാണ്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാം. ഈ അലോട്ട്മെൻറ്റും റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടത്തുന്നത്. കേരളത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒഴിവുള്ള സീറ്റുകൾ, ഇത് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ ഫില്ല് ചെയ്യുന്ന സീറ്റുകളാണ്. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ BDSന് SC വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. തൃശ്ശൂർ ഗവൺമെൻറ് ദന്തൽ കോളേജിൽ BDSന് SC വിഭാഗത്തിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്പിൻ്റെ സീറ്റാണെങ്കിലും അതിൽ ആളില്ല എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. SC വിഭാഗത്തിൽ ഒഴിവുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ST വിഭാഗത്തിലും ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിലൊരു സീറ്റ് ഒഴിവുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ വിഭാഗത്തിന് തന്നെ BDSന് ഒരു ഒഴിവുണ്ട്. അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിൽ ഒരു ഒഴിവുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ വിഭാഗത്തിൽ ഒരു സീറ്റുകൾ ഒഴിവുണ്ട്. ഇതാണ് കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഗവൺമെൻറ് BDS സീറ്റുകളുടെ ഒഴിവുകൾ. മൊത്തത്തിൽ BSc നേഴ്സിംഗ് നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള BSc നേഴ്സിംഗിന് 51 സീറ്റുകൾ ഒഴിവുള്ളതിൽ OBC വിഭാഗത്തിൽ 6 സീറ്റുകളും EWS വിഭാഗത്തിൽ 2 സീറ്റുകളും
ജനറൽ വിഭാഗത്തിൽ 10 സീറ്റുകളും SC വിഭാഗത്തിൽ 5 സീറ്റുകളും ST വിഭാഗത്തിൽ 3 സീറ്റുകളുമാണ് ഒഴിവുള്ളത്. റിസർവേഷൻ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ജനറൽ വിഭാഗത്തിലും പരിഗണിക്കും. BDSന് മൊത്തം 146 സീറ്റുകൾ ഒഴിവുള്ളതിൽ OBC വിഭാഗത്തിൽ 19 സീറ്റുകളും EWS വിഭാഗത്തിൽ 4 സീറ്റുകളും ജനറൽ വിഭാഗത്തിൽ 43 സീറ്റുകളും SC വിഭാഗത്തിൽ 24 സീറ്റുകളും ST വിഭാഗത്തിലും 24 സീറ്റുകളുമാണ് ഒഴിവുള്ളത്. ESI വിഭാഗത്തിൽ 2 സീറ്റുകളും ഡീംഡ് കോളേജുകളിൽ 3 സീറ്റുകളുമാണ് ഒഴിവുള്ളത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് 12-ാം തീയതിക്ക് ശേഷം സംസ്ഥാനങ്ങളിൽ ഒഴിവുള്ള സീറ്റുകൾ, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചൊക്കെ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് ഇനി കേരളത്തിൻ്റെ വേക്കൻസി ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുണ്ട്. BDSന് മാത്രമാണ് അലോട്ട്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലും MBBS സ്വകാര്യ മേഖലയിൽ ഒഴിവുണ്ടെങ്കിലും അതിന് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടാത്തത് കാരണം ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. BDSന് മാത്രമാണ് ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് കൗൺസിലിംഗ് ഡിസംബർ 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെയായിരിക്കും കേരളത്തിൽ നടത്തുന്നത്. അതിൽ കേരളത്തിൽ ഒഴിവുള്ള സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ അവസരം ഡിസംബർ 20ഓടെയും രണ്ടാമത്തെ വേക്കൻസി വീണ്ടും ഒഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസംബർ 31-നുള്ളിൽ ചേരാനുള്ള അവസരങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒഴിവുള്ള BDS സീറ്റുകൾ സിയുടെ വെബ്സൈറ്റ് വഴി 12-ാം തീയതി മുതൽ നടക്കും. കേരളത്തിലൊരു BDS സീറ്റിന് താല്പര്യമുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ 12-ാം തീയതി മുതൽ സെർച്ച് ചെയ്യുക. ഓൾ ഇന്ത്യ തലത്തിലാണ് BDSനോ BSc നഴ്സിങ്ങിനോ താല്പര്യമെങ്കിൽ MCCയുടെ സൈറ്റും നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നീറ്റ് 2025 അനുസരിച്ചുള്ള ഒഴിവുള്ള സീറ്റുകളാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. ഇത് സ്ട്രേ വേക്കൻസിയുടെ മറ്റൊരു ഘട്ടം മാത്രമാണ്. ഇതിനകത്ത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത, MBBSനും BDSനും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത അല്ലെ അഡ്മിറ്റഡ് ആകാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു സീറ്റ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയും പോകുന്നുണ്ടെങ്കിൽ മാത്രം, ഇനിയും നിങ്ങൾ പോകാത്തൊരു കോളേജിൽ പോകാത്തൊരു കോഴ്സിന് ദയവായിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. കാരണം എന്തിനാണ് വെറുതെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നീട്ടിക്കൊണ്ട് പോകുന്നത്? അപ്പോൾ നിർബന്ധമായിട്ടും കോളേജിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചേരുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.